മാരുതി 800-നെ കൺവേർട്ട് ചെയ്ത് ഒരു സംഭവമാക്കിയിരിക്കുന്നുണ്ടോ. 4x4 എന്നൊക്കെ എഴുതി. 800cc മാരുതിയാണ്. ഇതാണ് മോഡിഫിക്കേഷൻ. ഇതുമായിട്ട് വെളിയിലിറങ്ങിയ നമ്മുടെ നാട്ടിലാണെങ്കിൽ പിടിച്ചകത്തിടും. ഇതുണ്ടോ മോഡിഫിക്കേഷൻ ചെയ്തിരിക്കുന്ന മാരുതി 800. സൂപ്പറല്ലേ? പക്ഷേ ഇപ്പോൾ വർക്കിംഗ് അല്ല കേട്ടോ. മൊത്തം വഴിപണി നടക്കുന്ന ഒരു സ്ഥലത്തൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടിലാണ് യാത്ര. മലയിറങ്ങിയതോടെ ഈ നമ്മൾ മലയുടെ മുകളിൽ നിന്ന് കണ്ട ആ ഹൈവേയുടെ പണിയാണ് ഈ നടക്കുന്നത്, പൂനെയിലേക്കുള്ള ഹൈവേ. അപ്പം NH 166, അതായത് നമ്മൾ NH 66 വന്ന് 166 ഇപ്പോൾ കയറിയിരിക്കുന്നത്. അപ്പോൾ അതിലൂടെയാണ് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പണി നടക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. മൊത്തം ഞാൻ മൂടിക്കെട്ടി, കാരണം പൊടിയാണ്, ഭയങ്കര പൊടിയാണ്. മഴ കഴിഞ്ഞുള്ള ഇതായതുകൊണ്ട് ആകെ പൊടിയാണ്. ഇവിടെ പെട്ടെന്ന് വെള്ളം വലിഞ്ഞു പോകും കേട്ടോ. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് വെള്ളം വലിഞ്ഞു തീർന്നു. പിന്നെ ധാരാളം വണ്ടി വരുന്ന സ്ഥലമാണ്. ഇതുണ്ടോ, വളരെ ബുദ്ധിമുട്ടിയാണ് ലോറികളൊക്കെ കയറി വരുന്നത്. ഇടുങ്ങിയ റോഡുകളും. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ക്ഷേത്രമാണിത്. നമ്മൾ മുകളിൽ നിന്നും നടയിറങ്ങി താഴേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ക്ഷേത്രം. അപ്പോൾ അതിൻ്റെ താഴെ വലിയൊരു ക്ഷേത്രം നമുക്ക് കാണാൻ പറ്റും. ഇവിടെയാണ് ആ ക്ഷേത്രം. ശിവാജി മഹാരാജിൻ്റെ കാലത്ത് നിർമ്മിച്ച ഒരു ക്ഷേത്രമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ സർക്കാർ ഓഫീസുകളാണ് ഇതൊക്കെ. ഇതുണ്ടോ, പണ്ട് ഉപയോഗിച്ചിരുന്ന പീരങ്കികളൊക്കെ ഇവിടെ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നതാണ്. പീരങ്കി വലിച്ചുകൊണ്ട് പോകുന്ന യാട്ടുകളാണിത്. ഇതിലാണ് പീരങ്കി വലിച്ചുകൊണ്ട് പോയിരുന്നത്. മഴ ചാറുന്നുണ്ട്. ഇത് പഴയ ബിൽഡിങ്ങുകളാണ്. ഇതിപ്പോൾ സ്കൂളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇവിടുത്തെ ഫയർ സ്റ്റേഷൻ, അതുപോലെ തന്നെ ക്ഷേത്രം. ക്ഷേത്രത്തിനോടനുബന്ധിച്ച് ഇവിടെ ഒരു ഗുഹാമുഖമുണ്ട്. ഇത് മറ്റൊന്നുമല്ല, ഒരു കുളമാണ്. വെള്ളത്തിൻ്റെ ഒരു സ്രോതസ്സാണ് ഈ കാണുന്നത്. നമ്മൾ മുകളിലേക്ക് കയറുന്നില്ല. ഒരു ഗുഹ പോലെ ഡയറക്റ്റ് വെട്ടമടിച്ചാൽ ഇവിടെ പെട്ടെന്ന് പായൽ പിടിക്കും. അതുകൊണ്ടാണ് ഇവിടെ വെള്ളത്തിനെല്ലാം ഒരു മറ കൊടുത്തിരിക്കുന്നത്. ഇത് പഴയ രാജാവിൻ്റെ ഒരു വിധാനസഭയായിരുന്നു. ഇതല്ല, ഈ കാണുന്നത് ഒരു വിധാനസഭയായിരുന്നു. അത് പിൽക്കാലത്ത് അത് സ്കൂളാക്കി മാറ്റിയിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ ക്ഷേത്രം. ഇതാണ് ശിവാജി മഹാരാജ മന്ദിർ. അതുപോലെ തന്നെ ഇവിടെയും ഒരു ക്ഷേത്രക്കുളം പോലെയുണ്ട്. രണ്ട് സൈഡിലും ഓരോ ക്ഷേത്രക്കുളമാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കാഴ്ചയൊക്കെ കണ്ട് നമ്മൾ നേരെ താഴോട്ട് പോവുകയാണ്. ഇവിടെ മാപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ മാപ്പിൻ്റെ കാര്യങ്ങളൊന്നും ഇംഗ്ലീഷിൽ എഴുതി വച്ചിട്ടില്ല. മുഴുവൻ മറാഠി ഭാഷയിലും ഹിന്ദിയിലുമാണ് എഴുതി വച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഇപ്പോഴും വെള്ളം ഉപയോഗിക്കുന്ന ഒരു കിണറാണ് കേട്ടോ. ഇതെന്താ, പഴയ കാലത്ത് നിർമ്മിച്ച ഒരു കിണറാണ്. ഇപ്പോഴും അതിൽ നിന്നും വെള്ളം ശേഖരിക്കുന്നുണ്ട്. ഇത് മോട്ടറൊക്കെ വെച്ചിട്ട് ആളുകൾ വെള്ളം എടുക്കുന്ന ഈ കിണറ്റിൽ നിന്നാണ്. പഴയ രീതിയിൽ തന്നെ ചക്രം കറക്കിയുള്ള ആ ഒരു രീതിയാണ്.
ഉള്ളിലോട്ട് ഇറങ്ങിപ്പോകാം കേട്ടോ. അടിയിൽ റൗണ്ടും മുകളിൽ ചതുര രീതിയിലുമാണ്. പിന്നെ പായൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ഇവിടെ കൂടുതലും പായൽ പിടിക്കുന്ന ഒരു അന്തരീക്ഷമാണ്. കാരണം എപ്പോഴും ഒരു മഞ്ഞിൻ്റെ കോടമഞ്ഞിൻ്റെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് എപ്പോഴും പായൽ പിടിക്കുന്ന സ്ഥലമായതുകൊണ്ട് പായൽ പിടിക്കാതിരിക്കാനാണ് എല്ലാത്തിനും മറ വച്ചിരിക്കുന്നത്. പക്ഷേ ഒരു സൈഡിൽ നിന്നും എയർ കയറാനുള്ള മാർഗവും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പണ്ട് കാലത്തെ അത് ശാസ്ത്രീയമായിട്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഒരു കിണറാണ്. അദ്ദേഹം നോക്കി ആ കൊട്ടാരത്തിനോടനുബന്ധിച്ച് ശൗ മഹാരാജാവ് നിർമ്മിച്ച കൊട്ടാരമാണ് അതേ ആ കാണുന്നത്. അതിപ്പോൾ ഒരു സ്കൂളും ഓഫീസും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നു നടക്കുന്നതാണ്. ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്. വല്ലപ്പോഴും വരുന്ന ഒരു വണ്ടികളാണ് വരാറുള്ളത്. അതുകൊണ്ടാണ് അവരെന്നോട് പറഞ്ഞത് ബസ് സ്റ്റാൻഡിൽ പോയാൽ കിടക്കാനുള്ള സൗകര്യമൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഇവിടെ തന്നെ കിടന്നോളാൻ ഇന്നലെ പറഞ്ഞത്. അതിനോടനുബന്ധിച്ച് തന്നെ ശ്രീ രാം മന്ദിറുണ്ട്. ശ്രീരാമൻ്റെ പേരിലുള്ളൊരു അമ്പലമാണ് ഈ കാണുന്നത്. അതിനോടനുബന്ധിച്ച് തന്നെ മറ്റൊരു നിർമ്മിതി നമുക്ക് കാണാൻ പറ്റും. ഇത് പഴയ ഒരു കൊട്ടാരത്തിൻ്റെ ഭാഗമാണ്. മലമുകളിലെ കൊട്ടാരം, അതിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത്. അതിപ്പോൾ ഓരോ ഓഫീസുകളൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതിനോടനുബന്ധിച്ചാണ് ഇവിടെ ഏറ്റവും വലിയൊരു ലേക്കുള്ളത്. ഈ ലേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നലെ കണ്ട സാധനമല്ല ഇത്. ഇന്നലെ കണ്ടത് മസ്ജിദിന് സമീപമാണ്. ഇന്നത് ഇത് കണ്ടോ, ഒരു വലിയ കുളം. അവിടുന്ന് വെള്ളം മോട്ടോർ പമ്പ് ചെയ്യുന്നതാണത്. ഇതുണ്ടോ, വലിയൊരു കുളം. അതിനോട് ചേർന്നൊരു അമ്പലം. അവിടെ ഒരു ശിവലിംഗ പ്രതിഷ്ഠ ഒക്കെ ഉണ്ട്. അതിൻ്റെ അടിയിൽ ഒരു ശിവലിംഗ പ്രതിഷ്ഠയൊക്കെ ഉണ്ട്. ഇത് സമാധി സ്ഥലമാണ്. അതുപോലെ തന്നെ അവിടെ ശിവാജി മഹാരാജിൻ്റെ ഒരു ശില്പവും വെച്ചിട്ടുണ്ട്. 2 രാജാക്കന്മാരുടെ സമാധി സ്ഥലമാണിത്. ഇവിടുത്തെ ഒരു കൊട്ടാരമായിരുന്നു റേട്ടയ മഹാൽ. അതിപ്പോൾ ഈ പരുവത്തിലാണ്. അതിൻ്റെ ഉള്ളിലോട്ടൊന്നും പ്രവേശനമില്ലെന്ന് തോന്നുന്നു. ഈ സൈഡിലൊക്കെ നോക്കിയിട്ട് അതിൻ്റെ വാതിലൊന്നും കാണുന്നില്ല. അതിനുള്ളിൽ തന്നെ ഒരു പഴയ ക്ഷേത്രവും കാണാൻ പറ്റും. ഇതൊക്കെ ഇപ്പം ഇങ്ങനെ തന്നെ സംരക്ഷിക്കപ്പെടാതെ കിടക്കുകയാണ്. ഇതിൻ്റെ അകത്തൂടെ ഗുഹ പോലെയുള്ളൊരു ഭാഗമാണ്. ഇതെല്ലാം തകർന്ന നിലയിലാണ്. ഇതിൻ്റെ അകത്തെല്ലാം പോകാനുള്ള വഴികളൊക്കെ ഉണ്ട്. ഇത് ജയിൽ പോലുള്ളൊരു സംഭവമാണെന്ന് തോന്നുന്നു. അല്ല, ഇത് പിൽക്കാലത്ത് സെറ്റ് ചെയ്താണോ എന്നറിയില്ല. ചെറിയ വാതിലുകളും ഒക്കെ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പുറത്തെ സൈഡിൽ നിന്നാണ് ഇത് ജനലുകളാണെന്ന് തോന്നുന്നു. ഇത് അപ്പുറത്തെ സൈഡിൽ നിന്നാണ് ഇതിൻ്റെ എൻട്രൻസ് തോന്നുന്നു. അതുപോലെ തന്നെ അവിടെ ഒരു ക്ഷേത്രം കാണാം. അത് അപ്പുറത്തെ സൈഡിൽ പോയി നോക്കാം. അപ്പോൾ ശരി, നമ്മളിതൊക്കെ കണ്ട് ഗൈഡില്ലാതെയുള്ള യാത്രയായതുകൊണ്ട് പിന്നെ മറാഠി ഭാഷയിലാണ് മൊത്തം എഴുതി വച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ഒരു സംഭവമില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഇവിടുന്ന് നോക്കുമ്പോഴത്തേനും ഈ കൊട്ടാരത്തിൻ്റെ മുകൾ ഭാഗമൊക്കെ കണ്ടോ, എല്ലാം തകർന്ന നിലയിലാണ് കേട്ടോ. കല്ലുകളൊക്കെ തകർന്നു പോയി. മനോഹരമായ രീതിയിൽ കൊത്തുപണികളോട് കൂടിയൊരു കൊട്ടാരമായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, സുഖവാസ കേന്ദ്രങ്ങളാണിതെല്ലാം. ഇവിടുത്തെ ഒരു ക്ഷേത്രമാണിത്. പഴയ ക്ഷേത്രമാണ്. അതിൻ്റെ സ്തൂപങ്ങൾ കണ്ടോ. ഇവിടുത്തെ സ്തൂപങ്ങളെല്ലാം ഇങ്ങനത്തെ രീതിയിലാണ് കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത്. ഇരട്ട സ്തൂപങ്ങളാണ്. ആനകൾ പേറുന്ന അഷ്ടദിക്പാലകരെ പോലെ ആനകളാണ് നിൽക്കുന്നത്. ഇതാണ് ഈ ക്ഷേത്രം. ഇവിടെ കൂടുതലും മഹാദേവ ക്ഷേത്രങ്ങളാണ് കൂടുതലുള്ളത്. ആ കൊത്തുപണി കണ്ടോ, ഒരു കല്ലിൽ തീർത്തിരിക്കുന്ന പണികൾ. അതുപോലെ തന്നെ ഇതാണ് ആ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു ഭാഗം. അപ്പോൾ ഈ ക്ഷേത്രത്തിനുള്ളിൽ നമ്മൾ കയറുന്നില്ല. അവിടെ ചെരുപ്പൊക്കെ അഴിച്ചു വെച്ച് വേണം കയറാൻ. സാമ്രാജ്യ ദേവാലയം ഉണ്ട്. ഇതാണ് ക്ഷേത്രം. നമുക്കിവിടെ നിന്ന് ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാം.
എന്താ ചോദിച്ചാൽ പുരാതനമായൊരു ക്ഷേത്രം, അതായത് ചതുരത്തിലുള്ള തൂണുകളാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഉള്ളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഉള്ളിലേക്ക് പോകുന്നില്ല. ഇവിടെ നിന്ന് ആ ക്ഷേത്രത്തിൻ്റെ ഭംഗിയൊക്കെ കണ്ട് അതിൻ്റെ കോട്ടവാതിൽ പോലെ തന്നെയാണ് ഇതിൻ്റെ എൻട്രൻസും പണിതിരിക്കുന്നത്. തൂണുകളൊക്കെ 8 ഭുജത്തിൽ ആണ് നിർമ്മിച്ചിരിക്കുന്നത്. വാതിലൊക്കെ കോട്ടവാതിൽ പോലെ തന്നെ, ആർച്ചും അതുപോലെ തന്നെയാണ്. അതൊക്കെ പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന പീരങ്കികളാണ് ഇവിടെ ഇരിക്കുന്നത്. എല്ലാ സ്ഥലത്തും നമുക്ക് ഇതുപോലത്തെ പീരങ്കികൾ കാണാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ വഹിച്ചുകൊണ്ട് പോകുന്ന ഇത് നമുക്ക് കൂടുതൽ കാണാൻ പറ്റില്ല. അപ്പോൾ ഓപ്പോസിറ്റ് മറ്റൊരു ക്ഷേത്രവുമുണ്ട്. തത്തമ്മകളുടെ കൂട്ടം കണ്ടോ? വാഹ, അടിപൊളി. ഇവിടെ തത്തകൾ ധാരാളം ഉണ്ട് കേട്ടോ. അവിടെ ഒരു ബേർഡ് സാഞ്ചുറി ഉണ്ട്. അവിടെയും തത്തയുടെ കൂട്ടത്തെ നമുക്ക് കാണാൻ പറ്റും. ഇതുണ്ടോ, ഒരാളവിടെ ഇരിക്കുന്നുണ്ടോ? വേണ്ട, പറന്നു പോയി. ഈ മരത്തെ മറച്ചിരിപ്പുണ്ട് കേട്ടോ കിളികൾ. ഇവിടുത്തെ മസ്ജിദാണ് കേട്ടോ. ഇവിടുത്തെ 2ാമത്തെ മസ്ജിദാണ്. മസ്ജിദ് എല്ലാം മെയിൻ്റനൻസ് നടക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ മറ്റൊരു നിർമ്മിതിയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒരു കൊട്ടാരത്തിൻ്റെ നിർമ്മിതിയാണ്. നിറയെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല സ്റ്റൈലിലാണ് ഒരു മരം നിൽക്കുന്നുണ്ട്. എന്താ അല്ലേ, മാവ് 2 മരങ്ങളാണ് കേട്ടോ. പുരാതന നിർമ്മിതികൾ സംരക്ഷിക്കപ്പെടാതെ കിടക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് കണ്ടോ. മുഴുവൻ പായൽ പിടിച്ച് ഒന്ന് കഴുകുകയോ ഒന്നും ചെയ്യാതെ ആൽമരമൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടോ. മറ്റ് രാജ്യങ്ങളിലാണ് ഇതൊക്കെ വെച്ച് ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കിയത്. അപ്പം നമ്മൾ നമ്മൾ പുറപ്പെട്ട സ്ഥലത്തേക്ക് തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ ഏകദേശം രാവിലെ തന്നെ 4 കിലോമീറ്റർ നമ്മൾ നടന്നു. ഇതൊരു ഖബർസ്ഥാനാണ്. പള്ളിയുടെ ഖബർസ്ഥാനാണെന്ന് തോന്നുന്നുണ്ട് ആ കാണുന്നത്. പഴയ ബിൽഡിങ്ങുകൾ കണ്ടോ ഇവിടുത്തെ? നല്ല രസമുണ്ടല്ലേ, 2 തട്ടായിട്ട് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഓടിട്ട ബിൽഡിങ്ങുകൾ. അങ്ങനെ നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് നമ്മൾ പുറപ്പെട്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ശിവാജി മഹാരാജിൻ്റെ പടത്തലവന്മാരിലുള്ള ഒരാളുടെ ശില്പം നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ മഴ ചാറാൻ തുടങ്ങി. ചെറിയ തുമ്മലൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പതിയെ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടുന്ന് ഒരു ചായയും കൂടി കുടിച്ചിട്ട് പതിയെ സ്ഥലം വിടാം. കുഞ്ഞിപ്പെണ്ണ് വേണ്ട അവിടെ ഇരിപ്പുണ്ട്. ഇവരൊക്കെ നമ്മളെ ഇന്നലെ ഭയങ്കര കാര്യമായിട്ട് നമ്മളോട് സംസാരിച്ച ആളുകളാണ്. വില്ലീസ് ജീപ്പ്, അതിൽ യാത്ര ചെയ്യുക. അപ്പുറത്ത് കിടക്കുന്ന മാരുതി വാൻ കട്ട് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നത്, അതിലും യാത്ര ചെയ്യുക. അതുകൂടാതെ നമ്മൾ മുമ്പേ കണ്ട ആ മാരുതി 800, അതിലും യാത്ര ചെയ്യുക. അങ്ങനെ പല വിധങ്ങളിലായ യാത്രാ രീതികൾ ഇവിടെയുണ്ട്. അപ്പോൾ ശരി, നമ്മളിവിടെ എത്തിക്കഴിഞ്ഞു. കുഞ്ഞിപ്പെണ്ണ് വിറച്ച് കിടപ്പുണ്ട്. എന്നടി പേടിച്ചു പോയോ? ഓ എൻ്റെ ദൈവമേ. വേണ്ട അഭ്യാസമൊന്നും വേണ്ട, എനിക്ക് മനസ്സിലായി ഇറങ്ങാനാണ്. അഭ്യാസ പ്രകടനങ്ങളൊന്നും വേണ്ട, ഇറക്കിയല്ല. കാറ്റടിക്കുന്നുണ്ട്. തിരിഞ്ഞു കിടക്ക്. ആ അങ്ങോട്ട് മാറിക്ക്. പുറകോട്ട് ഇറങ്ങിക്കടാ. ആ കിടന്നോ. ഇറക്കുന്നൊന്നുമില്ല, പോവുക. കുറച്ച് മുമ്പ് കോട്ടയുടെ മുകളിൽ നിന്ന് കണ്ട കൃഷിസ്ഥലങ്ങളാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ മുൻപ് നിന്ന ആ സ്ഥലമാണത്, ആ ക്ലിഫ്. ആ നിൽക്കുന്ന സ്ഥലത്താണ് നമ്മൾ നിന്നിരുന്ന് ഈ സ്ഥലങ്ങളെല്ലാം കണ്ടത്. ആ കാണുന്ന എൻഡ് പോയിന്റിൽ നിന്നാണ് നമ്മൾ
ഇതെല്ലാം കാടുകയുണ്ടായത്. അപ്പോൾ താഴത്തെ കൃഷിഭൂമികൾ ഇത് കണ്ടോ, നെൽവയലും മറ്റ് കൃഷികളൊക്കെയാണ് ഇവിടെയുള്ളത്. അപ്പോൾ അവിടെ നിന്ന് കണ്ട ആ ഗ്രാമം ആ മുകളിലാണ്. ആ മുകൾ ഭാഗത്ത് കാണുന്ന ഗ്രാമമാണ് നമ്മൾ ആ മലയുടെ മുകളിൽ നിന്ന് കണ്ടത്. അതാണ് കോട്ട. കോട്ടയുടെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. മറ്റൊരു ഭാഗം അവിടെ കാണാം. ആ ഭാഗത്തൂടെയെല്ലാം നമ്മൾ പോയിട്ട് വന്നതാണ്. ആ മലകൾ ഇറങ്ങിയാണ് നമ്മൾ താഴേക്ക് വന്നത്. ഇരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ ഇറങ്ങി താഴോട്ട് പോവുകയാണ്. നമ്മൾ കുന്നുകളെല്ലാം കയറിയായിരുന്നു ഇന്നലെ. അപ്പോൾ ഈ പ്രദേശത്തെ കാഴ്ചകൾ വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുതന്നെ കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകൾ, അവയാണ് നമ്മളെ തേടിയെത്തുന്നത്. നെൽവയലും തട്ടുകൃഷിയും ആ വഴിയൊക്കെ ഇറങ്ങിയാണ് നമ്മൾ വന്നത് കേട്ടോ. ആ കാണുന്ന വഴികളിലൂടെയൊക്കെയാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇനിയുള്ള യാത്ര നമ്മൾ വെള്ളച്ചാട്ടങ്ങൾക്കിടയിലേക്കാണ്. അപ്പോൾ നമ്മുടെ യാത്ര തുടരുകയാണ്. ആ മലയുടെ മുകളിൽ നിന്നും നമ്മൾ ഇത്രയും ദൂരം ഇറങ്ങി വന്നു. അപ്പോൾ ശരി, ഇപ്പോൾ ഏകദേശം 12 കിലോമീറ്ററാണ് ഞാൻ ആ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത്. അങ്ങ് അകലെയും കോട്ടയുടെ ഭാഗങ്ങളൊക്കെ കാണാം അവിടെ. പക്ഷേ അങ്ങോട്ട് നമ്മൾ പോയിട്ടില്ല. ആ ഭാഗത്തേക്ക് നമ്മൾ പോയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ ഭാഗത്തുകൂടിയാണ് യാത്ര ചെയ്തത്. അപ്പോൾ ശരി, യാത്ര തുടരുകയാണ് താഴേക്ക് ഈ വഴിയിലൂടെ. പൂന ലക്ഷ്യമാക്കിയുള്ള യാത്രയാണ്. ഈ പണി നടക്കുന്ന ഒരു സ്ഥലത്തൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഹൈവേയുടെ പണി നടക്കുകയാണ്. 166-ൻ്റെ ആ താഴെയൊക്കെ വഴിപണി നടക്കുന്ന സ്ഥലങ്ങൾ കാണാം. ഇത് കണ്ടോ, ആ ഹൈവേ താഴോട്ട് ഇറങ്ങിയാണ് പോകുന്നത്. അപ്പോൾ ഈ പ്രദേശം വളരെ മനോഹരമായൊരു പ്രദേശമാണ്. ഇത് കണ്ടോ, മലനിരകളുടെ ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റും. വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ മലനിരകളാണ്. ഇത് കണ്ടോ, ഫുള്ള് പുല്ല് മൂടിയ സ്ഥലങ്ങളാണ് കാണാൻ പറ്റുക. എന്താ അല്ലേ, കാണുമ്പോൾ അതിമനോഹരം. ഇതൊക്കെ കാണുന്ന സ്വർഗ്ഗതുല്യമായ സ്ഥലമാണ്. പക്ഷേ ഈ മഴക്കാലത്ത് മാത്രമേ ഇതൊക്കെ സ്വർഗ്ഗതുല്യമായി കാണൂ. അത് കഴിയുമ്പോഴത്തേനും വലിയ ബുദ്ധിമുട്ടാണ്. ഇതെല്ലാം പച്ചപ്പെല്ലാം മാറി മൊത്തം ഉണങ്ങിയ ഒരു പ്രദേശമായി കാണുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ വാഗമണ്ണോ. രാവിലെ നമ്മൾ NH 166 കൂടെ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഈ ഹോട്ടലിൽ നിന്ന് നമ്മൾ 2 വടാപ്പാവൊക്കെ വാങ്ങിച്ച് പാഴ്സലാക്കി പോകാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പുറയിൽ കണ്ട അടിപൊളിയല്ലേ. ഇതുണ്ട്, തട്ടുകൃഷിയിലുള്ള നെൽകൃഷിയുടെ അകത്തോട്ട് കയറി വന്നതാണ്. ഇതുണ്ട, ഇടയ്ക്കൊക്കെ മാവുകളൊക്കെ ഉണ്ട്, മാവും തോപ്പൊക്കെയാണ്. നെല്ല് നല്ല വിശാലമായ നെൽപ്പാടമാണ്. കളകളൊക്കെ പറിച്ച് മാറ്റാറില്ല കേട്ടോ ഇവിടെ. നെല്ലൊരു പരിധിയിൽ കൂടുതൽ വളർന്നു കഴിഞ്ഞാൽ പിന്നെ അത് കളകളൊന്നും പറിക്കാറില്ല. ഇത് നമ്മുടെ തിനയാണ്. തിനയോ റാഗിയോ ഏതാണ്ടാണ്. തിനയല്ല, റാഗിയാണ്. റാഗിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റാഗി കാണാം പലയിടത്തും. പിന്നെ ഇത് തിനയാണ്. ഇത് കണ്ടോ, ഇത് തിന. നമ്മൾ ഈ ലവ് ബേഡ്സിനൊക്കെ കൊടുക്കുന്ന തിനയാണിത്. അപ്പോൾ നല്ല രസമില്ലേ, തട്ടുകെട്ടായിട്ടുള്ള കൃഷിയാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിലും പറമ്പിലൊക്കെ നെല്ല് കൃഷി ചെയ്യാം. പക്ഷെ നമ്മൾ ചെയ്യാറില്ലെന്നുള്ളതാണ്. തരിച്ച് കിടക്കുന്ന എല്ലാ ഭൂമിയിലും കൃഷി ചെയ്യാൻ പറ്റും, നമ്മൾ ചെയ്യാറില്ല. അതായത് കണ്ട, ഇത് തട്ടായിട്ട് കിടക്കുന്നതാണ്. മേളിൽ നിന്ന് വെള്ളം ഒഴുക്കി വിടും, അല്ലെങ്കിൽ മഴക്കാലത്ത് മാത്രം കൃഷി ചെയ്യും. അപ്പോൾ കുഴപ്പമില്ല. ആ ഒരു 6 മാസം നമുക്ക് മഴയുണ്ടല്ലോ. അപ്പോൾ രണ്ട് പൂ കൃഷി ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, ഇവിടെ അങ്ങനെയാണ്. ഇപ്പോൾ ഈ മഴ തീർന്നു, ആ നെല്ല് വിളയുന്ന സമയമായി. ഇനി ഉടനെ കൊയ്ത്താണ്. അപ്പോൾ ശരി, നമ്മളിങ്ങനെ ഈ മലകളും ആ മലകളും ഒക്കെ കയറി ഇറങ്ങി ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഇത് കണ്ടോ, മൊട്ടക്കുന്നുകളാണ് കേട്ടോ മൊത്തം. നമ്മുടെ വാഗമൺ സൈഡിലുള്ള കുന്നുകൾ പോലെ വലിയ, അവിടെയൊക്കെ ചെറിയ കുന്നുകളാണ്. ഇതൊക്കെ വലിയ കൊടുമുടികളാണ്. അപ്പോഴത്തെ ആ സൈഡിലെല്ലാം കരിമ്പ് കൃഷിയാണ് കേട്ടോ. ആ സൈഡിലെല്ലാം കരിമ്പ് കൃഷി. കുഞ്ഞി ഇവിടെ ഇരിക്കുന്ന കുഞ്ഞി സൈക്കിളും തേണ്ടിയിരിക്കുന്നു. അപ്പോഴത്തെ ഇവിടുന്ന് നമ്മൾ 2 വടാപ്പാവ് പാഴ്സൽ വാങ്ങിച്ച് നമ്മൾ പതിയെ പോകാനുള്ള തീരുമാനത്തിലാണ്. കാരണം ഇവിടെ രാവിലെ അണ്ടാപുരിക്ക് ഒന്നും കിട്ടിയല്ല. അണ്ടാപുരിക്കുള്ള ചാൻസ് ഇല്ല. കുഞ്ഞ് നല്ല ഉറക്കം കഴിഞ്ഞ് ഞാനൊന്ന് വിളിച്ചപ്പോൾ എഴുന്നേറ്റാണ്. പിന്നെയും കിടന്നു വാങ്ങി. കാരണം ഒരു തണുപ്പും ചൂടും കൂടിയുള്ളൊരു കാലാവസ്ഥയായതുകൊണ്ട് അവർക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. ഞാനിങ്ങനെ ചവിട്ടി പോവുകയാണ്. ഭയങ്കര പൊടിയുള്ള റോഡാണ്. പണി നടന്നുകൊണ്ടിരിക്കുന്ന റോഡായതുകൊണ്ട് ഭയങ്കര പൊടിയാണ്.
അങ്ങകലെയൊക്കെ മലനിരകൾ, മനോഹരമായ മലനിരകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ശരി, നമ്മുടെ യാത്ര തുടരുകയാണ്.